Hi everyone, welcome to Learn to Study. ഞാൻ റഫീഖ സിറ്റി. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ സ്കാറ്റർ ഡയഗ്രമും അതുപോലെ തന്നെ കോറിലേഷൻ ഗ്രാഫിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ്. അതായത് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ്. ഒന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, രണ്ട് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, മൂന്ന് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇതിൽ ആദ്യത്തെ മെത്തേഡ് ആയിട്ടുള്ള കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ കോറിലേഷൻ എന്നുള്ള ആ ഒരു ടേം, കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ അതിലധികം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോറിലേഷന് ഏറ്റവും കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള പേഴ്സൺ ആണ് കാൾ പിയേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. അപ്പം അദ്ദേഹമാണ് കോറിലേഷനെ ആർ എന്നുള്ള ടേം കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ്റെ കോഎഫിഷ്യന്റ്, അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കാൾ പിയേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ. അപ്പോൾ it is one of the popular methods to find out the coefficient of correlation. അപ്പോൾ coefficient of correlation find out ചെയ്യാനുള്ള ഒരു പോപ്പുലർ മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ദെൻ കാൾ പിയേഴ്സൺ വാസ് എ റെപ്യൂട്ടഡ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. കാൾ പിയേഴ്സൺ എന്തായിരുന്നു? ഒരു റെപ്യൂട്ടഡ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു. ഹി കോൺട്രിബ്യൂട്ടഡ് എ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പം അദ്ദേഹം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതായത് കോറിലേഷൻ്റെ അളവ് അത് എത്രത്തോളം റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തു. Then the Pearson's coefficient of correlation is denoted by the symbol R. അപ്പം കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ ആർ എന്നുള്ള സിമ്പിൾ ആയിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് കൺസിഡേർഡ് ആസ് ദി ബെസ്റ്റ് മെഷർ ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ദി നോളജ് ഓഫ് ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ഡാറ്റ. ദെൻ ഈ മെത്തേഡിനെ നമ്മളൊരു ബെസ്റ്റ് മെത്തേഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്? അത് രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ചേഞ്ചസിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട്. സോ അതൊരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് കോറിലേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് എങ്ങനത്തെ റിലേഷനാണ് കാണിക്കുന്നത്? അതായത് നമ്മളിവിടെ പറഞ്ഞു രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റൻ്റെ ചേഞ്ച്, ഡാറ്റയിലുള്ള ചേഞ്ചസ് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുള്ള ഡയറക്ഷൻസ് ആണ്? ദാറ്റ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ, പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഷോസ് ദി ഡിഗ്രി ഓഫ് കോറിലേഷൻ. അതേപോലെ തന്നെ കോറിലേഷൻ തമ്മിലുള്ള ഡിഗ്രി, അതിൻ്റെ അളവ് തോത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. സോ അതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആർ ലൈസ് ബിറ്റ്വീൻ ടു ലിമിറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ്, അതായത് കോറിലേഷൻ്റെ മെഷർ എന്ന് പറയുന്നത് രണ്ട് ലൈൻസിനിടയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കിടക്കണത്. ഓക്കെ. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ആർ എന്ന് പറയുന്നത് രണ്ട് ലിമിറ്റ്സിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് +1 ആണ് ആൻഡ് -1. അപ്പം -1നും +1നും ഇടക്കാണ് എന്തുള്ളത്? കോറിലേഷൻ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇഫ് ദർ ഈസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, ഇപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലൊരു പെർഫെക്റ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഒരേപോലത്തെ ഡയറക്ഷൻ, അതായത് രണ്ട് വേരിയബിളും ഒരേ ദിശയിലായിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവിടെ വാല്യൂ ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാല്യൂ ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് +1 ആണ്. On the contrary, that is if there is a perfect negative relationship between the two variables. ഇപ്പോൾ പെർഫെക്റ്റ് നെഗറ്റീവ് റിലേഷൻ ആണെന്നുണ്ടെങ്കിലോ, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ നമുക്കൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരിക്കുക. ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷനാണ്. ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ്ലി പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ +1ഉം, പെർഫെക്റ്റ്ലി നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ -1ഉം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അണ്ടർ കാൾ പിയേഴ്സൺസ്. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൻ്റെ അണ്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ നമ്മൾ 3 മെത്തേഡാണ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മേ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് എനി ഓഫ് ദി 3 മെത്തേഡ്സ്. അപ്പോൾ താഴെ പറയുന്ന 3 മെത്തേഡിൽ നിന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൾ പിയേഴ്സൻ്റെ കീഴിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന 3 മെത്തേഡാണ്. ഒന്ന് അരിതമെറ്റിക് മീൻ മെത്തേഡ്, 2 അസ്യൂംഡ് മീൻ മെത്തേഡ്, 3 ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡിൻ്റെയും ഒരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അരിതമെറ്റിക് മീൻ മെത്തേഡിൽ നമ്മൾ അതിൻ്റെ മീൻ അല്ലെങ്കിൽ അരിതമെറ്റിക് മീൻ ദാറ്റ് ഈസ് അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം ബൈ യൂസിങ് ആൻ ഇക്വേഷൻ ദാറ്റ് ഈസ് x ബാർ ഈസ് ഈക്വൽ ടു, എന്താണ് അരിതമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ? x ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആ തന്നിട്ടുള്ള ഡാറ്റേൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ എന്ത് ചെയ്യണം? മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എന്ത്? അരിതമെറ്റിക് മീൻ മെത്തേഡ്. ഇനി അസ്യൂംഡ് മീൻ മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്യണം? മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷെ അവിടെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ മീൻ അസ്യൂം ചെയ്യാണ്. അതായത് തന്നിട്ടുള്ള ഡാറ്റയിൽ ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ഒരു സംഖ്യയാണ് അതിൻ്റെ ആവറേജ്, അതിൻ്റെ മീൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ദെൻ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് വിത്തൗട്ട് യൂസിങ് ആക്ച്വൽ ഓർ അസ്യൂംഡ് മീൻ. അപ്പം നമ്മൾ ആക്ച്വൽ മീനോ അല്ലെങ്കിൽ അസ്യൂംഡ് മീനോ, ആക്ച്വൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മീൻ. അപ്പോൾ ആക്ച്വൽ മീനോ അസ്യൂംഡ് മീനോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് 2 വേരിയബിൾസിൻ്റെ കോറിലേഷൻ കാണുന്നതാണ് എന്ത്? ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ മെത്തേഡ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് അരിതമെറ്റിക് മീൻ മെത്തേഡ്, എന്താണ് അസ്യൂംഡ് മീൻ മെത്തേഡ് ആൻഡ് എന്താണ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അരിതമെറ്റിക് മീൻ മെത്തേഡാണ്. ഓക്കെ, അരിതമെറ്റിക് മീൻ മെത്തേഡ്. അപ്പോൾ അരിതമെറ്റിക് മീൻ മെത്തേഡിൽ നമ്മൾ കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ദി ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ഫോളോഡ് ടു കാൽക്കുലേറ്റ് correlation by using the actual mean of the 2 series given. അപ്പോൾ തന്നിട്ടുള്ള 2 സീരീസിൻ്റെ ആക്ച്വൽ മീൻ നമ്മൾ കണ്ടിട്ട് അതിൽ നിന്ന് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അറേഞ്ച് ദി 2 സെറ്റ്സ് ഓഫ് ഡാറ്റ ടു ബി കോറിലേറ്റഡ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളം ഓഫ് എ ടേബിൾ വിത്ത് ദി ഹെഡിങ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി. അപ്പം നമുക്ക് തന്നിട്ടുള്ള 2 സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ 2 സെറ്റ് ഓഫ് ഡാറ്റേൻ്റെ കോറിലേഷൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സെറ്റ് ഓഫ് ഡാറ്റേനെ നമ്മളൊരു കോളായിട്ട് കാണിക്കണം. അതായത് കോളായിട്ട് കാണിക്കുമ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റയിൽ ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ കൊടുക്കുക, വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റ കൊടുക്കുക. അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദി ടോട്ടൽസ് ഓഫ് എക്സ് ആൻഡ് വൈ സീരീസ് സെപ്പറേറ്റ്ലി ടു ഫൈൻഡ് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ. അപ്പോൾ ഈ ഡാറ്റയ്ക്ക് നമ്മൾ കൊടുത്തതിന് ഇവിടേക്ക് നമ്മൾ ഫിഗേഴ്സ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടോട്ടലും ഇതിൻ്റെ ടോട്ടലും കാണാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ കിട്ടും. ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എക്സിനെ ഒരു കോളായിട്ടും വൈനെ ഒരു കോളായിട്ടും എഴുതണം. എന്നിട്ട് എക്സിൻ്റെ ടോട്ടൽ കാണണം. എക്സിൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് കിട്ടും. ദെൻ വൈൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് സിഗ്മ വൈ കിട്ടും. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഫൈൻഡ് എൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി നമ്പർ ഓഫ് പെയർ ഓഫ് ഒബ്സർവേഷൻസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എൻ കാണണം. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റോസ്, എത്ര റോസ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഒബ്സർവേഷൻ ആണോ തന്നിട്ടുള്ളത് അതിൻ്റെ എണ്ണം. ഇപ്പോൾ സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് 5, 10, 15, 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഇതിനെ കോളം വൈസ് എഴുതണം. 5, 10, 15,
20. ഇനി ഇതിന്റെ ടോട്ടൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് കിട്ടും. ദെൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 2 3 4 നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 4 ആയിരിക്കും. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത്, കാൽക്കുലേറ്റ് ദി അരിതമെറ്റിക് മീൻസ് ഓഫ് ബോത്ത് ദി സീരീസ്. രണ്ട് സീരീസിൻ്റെയും അരിതമെറ്റിക് മീൻ കാണാനാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സീരീസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ഡാറ്റേനെ നമ്മൾ വൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വൈൻ്റെ എന്ത് കാണണം, ആവറേജ് മീൻ കാണണം. ദാറ്റ് ഈസ് വൈൻ്റെ മീൻ കാണണം. അപ്പോൾ വൈൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ രണ്ടിൻ്റെയും അരിതമെറ്റിക് മീൻ കാണണം. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദി ഡീവിയേഷൻസ് ഓഫ് ഓൾ ദി വാല്യൂസ് ഓഫ് ബോത്ത് ദി സീരീസ് ഫ്രം ആക്ച്വൽ മീൻ കൺസേൺഡ് ആൻഡ് റൈറ്റ് ഇൻ സെപ്പറേറ്റ് കോളം അണ്ടർ ദി ഹെഡ്സ് ആസ് എക്സ് ആൻഡ് വൈ. ദെൻ നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഡീവിയേഷൻ ആണ് കണ്ടത്. ഡീവിയേഷൻ ദാറ്റ് ഇസ് ഡി. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ് ബാറും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സിന്റെ വാല്യൂസും ഉണ്ട് അല്ലേ. നമുക്ക് തന്നിട്ടുള്ള എക്സിന്റെ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുള്ള മീനും ദാറ്റ് ഈസ് എക്സ് ബാറും. അപ്പോൾ എക്സിൽ നിന്ന് എക്സ് ബാർ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡി എക്സ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് കോളത്തിൽ കാണിക്കണം. അതേപോലെ തന്നെ വൈയിൽ നിന്ന് വൈ ബാർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡി വൈ. ഈ ഡി വൈ നമ്മൾ സെപ്പറേറ്റ് കാണണം. എന്നിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് കോളത്തിൽ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കോളംസ് ആണ് വരിക, ഒന്ന് എക്സ് എന്നുള്ളൊരു കോളം, രണ്ട് വൈ എന്നുള്ളൊരു കോളം, പിന്നെ ഡി എക്സ് എന്നുള്ളൊരു കോളം ആൻഡ് ഡി വൈ എന്നുള്ളൊരു കോളം. ഇത് ആക്ച്വൽ മീൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡി കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം എക്സ് വൈ എന്ന് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ ഡി എക്സ് എന്ന് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡീവിയേഷൻ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെയൊക്കെ സ്ക്വയർ കാണണം. ദാറ്റ് ഇസ് സ്ക്വയർ അപ്പ് ഓൾ ദി ഡീവിയേഷൻസ്. സോ കാൽക്കുലേറ്റഡ് ആൻഡ് റൈറ്റ് ഇൻ സെപ്പറേറ്റ് കോളംസ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള എക്സിന്റെ സ്ക്വയർ അല്ല, പകരം നമ്മൾ കണ്ടിട്ടുള്ള ഡീവിയേഷൻ ഓഫ് എക്സ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഡി എക്സ്, അതിന്റെ സ്ക്വയർ. അതേപോലെ തന്നെ ഡി വൈ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അതിന്റെ സ്ക്വയറും. ദെൻ അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് കോളത്തിൽ വീണ്ടും ഡി എക്സ് സ്ക്വയർ അല്ലെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ക്വയർ കാണുക, വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ക്വയർ കാണുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. അപ്പൊ നമുക്ക് ഡി എക്സ് സ്ക്വയറിന്റെ സിഗ്മ ഡി എക്സ് സ്ക്വയറും അതുപോലെ തന്നെ സിഗ്മ ഡി വൈ സ്ക്വയറും കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഡീവിയേഷൻസ് ഡി എക്സ് ആൻഡ് ഡി വൈ ഓഫ് ഈച്ച് റോ ആൻഡ് റൈറ്റ് ഇൻ എ സെപ്പറേറ്റ് കോളം അണ്ടർ ദി ഹെഡ് ആസ് എക്സ് വൈ. അപ്പം നെക്സ്റ്റ് നമുക്ക് ഈ എക്സ് വൈൻ്റെ പ്രൊഡക്റ്റ് കാണണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഇപ്പം നമുക്ക് ഇവിടെ ഡി എക്സ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് ദി ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡി എക്സ് ഡി വൈ. അപ്പം നെക്സ്റ്റ് നമ്മൾ ഡി എക്സ് ഡി വൈ കണ്ടിട്ട് അതും നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. then അതിന് ശേഷം നമ്മൾ താഴെ തന്നിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യും ടു ഫൈൻഡ് ഔട്ട് കോറിലേഷൻ. അപ്പോൾ എന്താണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ. ഈ സിഗ്മ എക്സ് വൈ കിട്ടാനാണ് നമ്മളോട് പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. ദെൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ കിട്ടണം, അതിന് നമ്മൾ എക്സ് ഡീവിയേഷൻ ഓഫ് എക്സ് കാണണം. ദെൻ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും. അതേപോലെ തന്നെ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയറും ഇതുപോലെ കാണുക. അപ്പോൾ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് കോറിലേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് നമുക്ക് ഇത്രയും തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റേനെ രണ്ട് കോളത്തിൽ എഴുതണം. എക്സ് എന്നുള്ളൊരു കോളം, വൈ എന്നുള്ളൊരു കോളം. അതിനുശേഷം നമ്മൾ എക്സ് ടോട്ടൽ ചെയ്യണം, വൈ ടോട്ടൽ ചെയ്യണം. ദെൻ നമ്പർ കാണണം, അതായത് എൻ എന്ന് പറയുന്നത് എന്താണ്, അത് എത്ര നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര ഒബ്സർവേഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണം. ദെൻ നമ്മൾ അരിതമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അരിതമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഓരോ ഒബ്സർവേഷനിൽ നിന്നും ഈ അരിതമെറ്റിക് മീൻ അതായത് ആവറേജ് കുറച്ചിട്ട് നമ്മൾ ഡി എക്സും ഡി വൈയും കാണുക. ദെൻ ഡി എക്സിൻ്റെ ഡി വൈൻ്റെ സ്ക്വയർ കാണുക, അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഡി എക്സ് ഇൻറ്റു ഡി വൈ കാണുക, അത് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ
അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അരിതമെറ്റിക് മീൻ മെത്തേഡിൽ കോറിലേഷൻ കാണാനുള്ള സ്റ്റെപ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷനും നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്